ഞങ്ങളുടെ 2 weeks ഹോളിഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഈ വർഷത്തെ ഹോളിഡേ ഞങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതല്ല കേട്ടോ, ഞങ്ങളുടെ പേരൻസിന് വേണ്ടി മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഞങ്ങളുടെ ഭയങ്കര ആഗ്രഹം ഞങ്ങളുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിനല്ലാണ്ട് UK കാണിക്കാൻ വേണ്ടി, UK വിസിറ്റിങ്ങിന് വേണ്ടി മാത്രമായിട്ട് അവരെ കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെ 4 വർഷം എടുത്തു സാഹചര്യം എല്ലാം സെറ്റായി അവരെ ഇവിടെ എത്തിക്കാനായിട്ട്. അൺഫോർച്യുനേറ്റ്ലി എൻ്റെ പേരൻസിന് വരാൻ പറ്റില്ല, എല്ലാവരോടും ഒരുമിച്ച് കൊണ്ടുവരണം എന്ന ആഗ്രഹം. പക്ഷേ സാരമില്ല, നമുക്ക് ശരിയാക്കാം. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ട്രിപ്പ് ഞങ്ങൾ പോകുന്നത് ലേക്ക് ഡിസ്ട്രിക്റ്റിലേക്കാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ലേക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരെന്താ ട്രഫോർഡ് സെൻറ്റർ കാണിക്കുന്നത്, പോകുന്ന വഴിക്കുന്ന ട്രഫോർഡ് സെൻറ്ററിൽ കയറിയിട്ട് പോകാമെന്നായി. അങ്ങനെ ഞങ്ങൾ മാഞ്ചസ്റ്റർ ട്രഫോർഡ് സെൻറ്ററിലേക്ക് ചുറ്റിക്കറങ്ങുകയാണ്. ഇവരെന്താണ് ഈ ഒപ്പിക്കുന്നത്, പനയാണോ എന്നുള്ളത് സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് രണ്ടുപേരുടെ അപ്പനും മരുമകനും കൂടെ. അങ്ങനെ അവിടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കാൻ നേരത്താണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഫുൾ ഓഫേഴ്സാണ്. 60%, 70% ഒക്കെ ഓഫേഴ്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടങ്ങിയിരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. പിന്നെ ഞാനായിരുന്നു നൈസായിട്ട് സ്കൂട്ടൈസ് ആറേലാണെങ്കിൽ 70% ഒക്കെ ഓഫേഴ്സ്. പിന്നെ നേരെ കൈ കിട്ടിയതെല്ലാം സമയമില്ലായിരുന്നു, കൈ കിട്ടിയതെല്ലാം വാരിക്കോട്ട് ഞങ്ങൾ ഓടി. പിന്നെ അപ്പോഴത്തേക്ക് അവരൊന്ന് ക്ഷീണിച്ചു, അവർക്ക് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തു. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ പ്രൈമാർക്ക് കാണാണ്ട് എങ്ങനെയല്ലേ പോകുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പിടിച്ച് പ്രൈമാർക്കിലേക്ക്. എപ്പം പ്രൈമാർക്കിൽ ചെന്നാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതാണ് ആ ഒരു പ്രതീക്ഷയിൽ നേരെ ബാസ്ക്കറ്റൊക്കെ പിടിച്ചു. പക്ഷേ പ്രതീക്ഷ മാത്രം വേസ്റ്റ് ആയി, കാരണം ഞങ്ങൾ ഓൾറെഡി ഒന്ന് ചുറ്റിക്കറങ്ങിയതാണ് ബ്രിസ്റ്റോളും എല്ലായിടത്തും. അപ്പോൾ എല്ലായിടത്തും ഏകദേശം സെയിം ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പിന്നെ അതിലെ ട്രാമൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട്, പിന്നെ അതൊക്കെ കാണിച്ച് പിന്നെ ഫുഡ് കഴിച്ചാലോ, അപ്പോൾ ഒരു മന്തി കഴിച്ചാലോ എന്ന് ആഗ്രഹം. പിന്നെ ഒന്നും നോക്കില്ല, ഞങ്ങളുടെ നേരെ ചേട്ടച്ചാരെ വിളിച്ചു. പുള്ളിക്കാണെങ്കിൽ ഭയങ്കര അപാര കഴിവാട്ടോ, ലൈക്ക് UK എവിടെ ബെസ്റ്റ് മന്തി സെർവ് ചെയ്യുന്നുണ്ട് അത് കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ സജസ്റ്റ് ചെയ്ത സ്പോട്ടിലേക്കാണ് ഞങ്ങൾ പോയി. ചെറിയ ഷോപ്പൊക്കെയാണ്, പക്ഷേ ഒരു രക്ഷയിലൊന്ന് കിടുക്കം മന്തിയായിരുന്നു. പ്രത്യേകിച്ച് ഈ ചട്നി ഞങ്ങൾ എന്തോരം കഴിച്ച് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. പിന്നെ സൂപ്പ് ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഫുഡെല്ലാം അടിച്ചതിന് ശേഷം സ്റ്റേഡിയം എല്ലാം കാണിച്ച് ഞങ്ങൾ ലേക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് പോവുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ വീഡിയോക്ക് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. ആക്ച്വലി ഇത് ഞാൻ ഒരു വ്ളോഗിന് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും എടുത്തതെന്നല്ല, ഞങ്ങളുടെ ഒരു മെമ്മറീസിന് വേണ്ടിയിട്ട് മാത്രം എടുത്ത വീഡിയോസുകളാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം തോന്നി, അങ്ങനെ ചെയ്തതാണ്.